ദുബായിലെ ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു ടീമിൽ ഈ കരിയർമാരുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാനത് കേൾക്കുന്നത്. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു കിടന്ന സ്വർണം 10 ചില്ലാനം കിലോ ഉണ്ട്. ഈ പറയുന്ന ADM എന്താ പറയാ ഡാൻസ് ഓഫ് ഗ്രൂപ്പ് പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് അവരെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇതുവരെ കേസ് ബുക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നായിട്ട് വിഴുകുന്ന കേസാണ് പറയുന്നത് കേട്ടോ. കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇവനെ ആദ്യം നന്നായി ഒന്ന് ഒതുക്കും. അങ്ങനെയാണല്ലോ, ജയിലിലേക്ക് ഒരു പ്രതി വരുമ്പം ഇപ്പം വളരെ കുറവാണ്, ഇല്ലാതെ തന്നെ തോന്നുന്നുണ്ട്. ആദ്യം ജയിൽ വാർഡന്മാർ 4 ഇട്ടിടിക്കും. അതോട് കൂടിയിട്ട് വരുന്നവന്റെ കഥ കഴിയും. ഏത് പോക്കിരിയാണെങ്കിലും അവനൊന്ന് ഒതുക്കും. വാർഡന്മാർ ഒന്നുമില്ല, വെറുതെ ഇടിച്ച് മൂലക്കലാക്കിയിട്ട് ഓരോന്നൊന്നും എന്താ പറയാ, ഓന്റെ മാനസിക ശക്തി ഒന്ന് തകർക്കും. അത് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു ഓപ്പറേഷന്റെ ഒരു ഭാഗം അവന്റെ മുറയിൽ തകർക്കുക എന്ന് പറഞ്ഞതുപോലെ ഏത് കേസ് പിടിച്ചാലും ഇവന്റെ സ്വർണം തട്ടാൻ തന്നെ അവർ നിൽക്കുന്നത്. പക്ഷെ ആദ്യം ഒന്ന് ഇടിച്ച് പരിവാക്കും. അങ്ങനെ ഈ കാരിയറെ നന്നായി ഇടിച്ച് ഒന്ന് മൂലക്കലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവന് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു, കാര്യങ്ങൾ അവനോട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പിന്നെ നെഗോസിയേഷനാണ്. എന്താ നെഗോസിയേഷൻ? നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഞങ്ങൾ തരാം, ഈ കാര്യങ്ങൾ പുറത്തു പറയരുത്, നിനക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ നൽകും. ഇവന് സ്ട്രോങ് ആയിട്ട് ഞാൻ തയ്യാറായില്ല. ഇവനെ കുറച്ച് കരുത്തില്ല ഒരു കരിയറായിരുന്നു. അവൻ പറഞ്ഞു, ഞാനിത് തന്നാൽ ഇത് എവിടെ പോയി എന്ന് എനിക്കിത് കൊടുത്തു വിട്ടവരോട് എനിക്ക് സമാധാനം പറയേണ്ടതുണ്ട്. അപ്പൊ നീ വഴിയിൽ നിന്ന് തട്ടിപ്പോയി എന്ന് പറഞ്ഞോ, അതിനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി തരാം. എന്ത്, ഇവനെ ഇറക്കിയിട്ട് ഇതിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സംവിധാനം അവരുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ആരോ തട്ടിപ്പോയി എന്ന് നീ പറഞ്ഞാൽ മതി, അതിൽ നിനക്ക് പ്രശ്നമില്ല. ഇവ പറഞ്ഞ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി സുജിത് ദാസ് വരികയാണ്. സുജിത് ദാസ് വന്ന്, അപ്പം സുജിത് ദാസ് SP ആണ് എന്നൊന്നും ഈ വന്ന പാസഞ്ചർക്ക് അപ്പം അറിയില്ല. ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ണട വെച്ചിട്ടില്ല. അങ്ങനെ ഇവനോട് പറഞ്ഞു, പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ, നിനക്ക് നല്ലതാണ്, നിനക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നീ പറയുന്നത് ഈ സാധനം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ അവരോട് ഉത്തരം പറയാൻ കഴിയില്ലെന്നാ. അതിന് നീ പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടുപോയി എന്നതിന്റെ കേസ് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഇവൻ വഴങ്ങിയില്ല. അപ്പൊ സുജിദാസ് പറഞ്ഞു, വണ്ടിയിലുണ്ട്, ലാപ്ടോപ്പ് എടുക്കുന്നു. ഒരു മഫ്റ്റിയിലെ പോലീസുകാരൻ പോയിട്ട് ആ ലാപ്ടോപ്പ് എടുത്തിട്ട് വരികയാണ്. ആ ലാപ്ടോപ്പ് എടുത്ത് വന്നിട്ട് അവന്റെ മുന്നിൽ വെച്ചിട്ട് ഇവനോട് പറഞ്ഞ ഡയലോഗ്, നിനക്ക് ഞങ്ങളാരാന്നറിയില്ല, ഞങ്ങളെ പിന്നിൽ വലിയ കരുത്തുണ്ട്. ഇവിടെ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാ ഫോണും ഞങ്ങൾ ചോർത്തുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ ഈ സംസ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ ഭരണപക്ഷം ഉണ്ടാവില്ല, പ്രതിപക്ഷം ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല. ഇവന് ഡയലോഗാ. ഇവനൊന്നും മനസ്സിലാവുന്നില്ല ഈ കരിയർക്ക്. അങ്ങനെ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇവർ ഇന്റർസെപ്റ്റ് ചെയ്ത ഫോൺ കോളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അതിലെല്ലാവരും ഉണ്ട്. BJP നേതാക്കളുണ്ട്, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്, ഈ പറയുന്ന മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഇവന് പരിചിതമായ ചില സൗണ്ടുകൾ കേരളത്തില് എല്ലാവർക്കും നമുക്കൊക്കെ അറിയുന്ന ശബ്ദം ഉണ്ടല്ലോ, അതിൽ ഭരണപക്ഷം പ്രതിപക്ഷവും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട്. ഈ ടെലിവിഷൻ ചാനലിലെ വലിയ ആങ്കർമാരുടെ പരിചയമുള്ള ശബ്ദങ്ങളുണ്ട്. ഇതവന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവസാനത്തെ ഡയലോഗ് എന്താ അറിയോ? മുഖ്യമന്ത്രിന്റെ വീട്ടിൽ അടിച്ചു വാരുന്ന സ്ത്രീന്റെ ശബ്ദം വരണ്ടോ, നിനക്ക് കേൾക്കണോ? ഒന്ന് നിന്നെ കൊല വിളിക്കും. അങ്ങനെ 3 കിലോ അവന് കൊടുത്തു, 7 കിലോ അവരെ അടിച്ചു മാറ്റി. ഇവൻ സത്യസന്ധനായതുകൊണ്ട് ആ 3 കിലോ അതിന്റെ ഓണർക്ക് തന്നെ കൊടുത്തു. അവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പൊ അവിടുത്തെ വലിയ റാക്കറ്റിന്റെ ഭാഗമാണ്. അവർക്ക് പിറ്റേന്ന് സാധനം വരാണ്ട് അവരത് തുടരുന്ന ആളുകളാണ്. അവരത് സപ്രസ് ചെയ്തു, മിണ്ടിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഈ വിഷയം ഞാൻ അറിയുന്നത് ഇതിന്റെ പിന്നാലെ നടക്കുമ്പോൾ 1.5 മാസം മുമ്പാ.
അതുകൊണ്ടാണ് ഞാൻ ഫോൺ കോൾ ചോർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. വേറെയും ചില വിവരങ്ങൾ സൈബർ വിങ്ങിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതിനെ കോറിലേറ്റ് ചെയ്യുന്നതാണ് ദുബായിൽ നമ്മുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട സുഹൃത്ത് ഈ വിവരം എൻ്റെ ഒരു ബന്ധുവിനോട് നേരിട്ട് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ നിങ്ങൾ ഈ ATSന്റെ സംവിധാനം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ. പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് തന്നെ കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നിരവധി തവണ പോലീസ് ADGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പോലീസ് ഈ ചെയ്യുന്നത് ശരിയല്ല, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളാണ് അതിൻ്റെ അതോറിറ്റി, അത് ചെയ്യുന്നില്ല. വെളിയിൽ നിന്ന് സ്വർണ്ണം അവരങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും റിക്കവറി കൊണ്ടുവരേണ്ടതും പ്രിവെന്റീവ് സെക്ഷനിലാണ്. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന് ADGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്, നേരിട്ട് ഫോണിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. ഇതൊക്കെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന കാര്യം ഇവിടെ നമ്മുടെ ഈ പറയുന്ന മാവോയിസ്റ്റ്